ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേപ്പർ, സ്ലോട്ടർ, പ്ലെയിനർ എന്നീ മെഷീൻ ടൂൾസുമായി ബന്ധപ്പെട്ട ഏതാനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ടൈപ്പ് ഓഫ് മെക്കാനിസം ഈസ് യൂസ്ഡ് ഇൻ ഷേപ്പർ മെഷീൻ? തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏത് മെക്കാനിസമാണ് ഷേപ്പർ മെഷീനിൽ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ്. റിട്ടേൺ സ്ട്രോക്കിലുള്ള ഐഡിൽ ടൈം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഷേപ്പർ മെഷീനിൽ യൂസ് ചെയ്യുന്നത്. Question number 2, which of the following machine is primarily intended for producing flat surfaces? ഫ്ലാറ്റ് സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൈമറിലി യൂസ് ചെയ്യുന്ന മെഷീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഷേപ്പർ ആണ്. അപ്പോൾ ഷേപ്പർ മെഷീനാണ് ഫ്ലാറ്റ് സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൈമറിലി സെലക്ട് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ഷേപ്പർ? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്പറേഷനിൽ ഏത് ഓപ്പറേഷനാണ് ഷേപ്പറിൽ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിയർ കട്ടിംഗ് പറഞ്ഞിട്ടുണ്ട്, കീവേ കട്ടിംഗ് പറഞ്ഞിട്ടുണ്ട്, കർവ്ലീനിയർ കോണ്ടൂർസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഓപ്പറേഷൻസും, ഗിയർ കട്ടിങ്ങും കീവേ കട്ടിങ്ങും കർവ്ലീനിയർ കട്ടിങ്ങും, ഈ 3 ഓപ്പറേഷൻസും ഷേപ്പറിൽ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഈ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് എന്നാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്ന 3 ഓപ്പറേഷൻസും ഷേപ്പറിൽ ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഷേപ്പർ ദ ജോബ് ഈസ് കെപ്റ്റ് സ്റ്റേഷനറി, റൊട്ടേറ്റിംഗ്, റെസിപ്രോക്കേറ്റിംഗ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഷേപ്പർ മെഷീനിൽ വർക്ക് പീസിനെ നമ്മൾ സ്റ്റേഷനറി ആക്കി വെക്കുന്നു. അതായത് നമുക്ക് ടേബിളിൽ വൈസ് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഹോൾഡിംഗ് മെക്കാനിസം ഉണ്ടാവും. ആ വർക്ക് ഹോൾഡിംഗ് മെക്കാനിസത്തിലെ വർക്ക് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് ടൂളാണ് അവിടെ മൂവ് ചെയ്യുന്നത്. ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് റാമിൻ്റെ എൻഡിലുള്ള ടൂൾ ഹെഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ വർക്ക് ഈസ് ഹെൽഡ് സ്റ്റേഷനറി. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഷേപ്പർ ലെങ്ത് ഓഫ് സ്ട്രോക്ക് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻ ഷേപ്പർ മെഷീനിൽ നമുക്ക് സ്ട്രോക്ക് ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ദ സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബുൾ ഗിയർ ആൻഡ് ക്രാങ്ക് പിൻ. അപ്പോൾ നമുക്കിവിടെ ബുൾ ഗിയർ ഉണ്ടെന്നറിയാം, ബുൾ ഗിയർ ഉണ്ടാവും, ഒരു സ്ലോട്ടർ ലിങ്ക് ഉണ്ടാവും. ഈ സ്ലോട്ടർ ലിങ്കിനകത്ത് ഒരു ക്രാങ്ക്, ഒരു സ്ലോട്ടഡ് ബാർ കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു ക്രാങ്ക് ഉണ്ടാവും. ഈ 2 സെൻറ്ററുകൾ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ക്രാങ്കിൻ്റെയും അതേപോലെ തന്നെ ബുൾ ഗിയറിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ നമ്മൾ ഉള്ള ഡിസ്റ്റൻസ്, ലീനിയർ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മുടെ സ്ട്രോക്ക് ലെങ്തും കൂടുന്നതാണ്. സോ ഇവിടുത്തെ ഓപ്ഷൻ സി, ഇൻക്രീസിങ് ദ സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബുൾ ഗിയർ ആൻഡ് ക്രാങ്ക് പിൻ, ആ ഓപ്ഷനാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ദ പർപ്പസ് ഓഫ് ക്ലാപ്പർ ബോക്സ് ഇൻ ഷേപ്പർ മെഷീൻ ഈസ്. ഷേപ്പർ മെഷീനിലെ ക്ലാപ്പർ ബോക്സിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ടു ലിഫ്റ്റ് ദ ടൂൾ ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്ക്. റിട്ടേൺ സ്ട്രോക്കിന് ടൈമിൽ നമ്മൾ ടൂളിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് അവിടെ കട്ടിങ് ഓപ്പറേഷൻ ആവശ്യമില്ല. അവിടെ ഷേപ്പർ മെഷീനിൽ കട്ടിങ് റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്ന ഐഡിൽ സ്ട്രോക്കാണ്. സോ ഐഡിൽ സ്ട്രോക്ക് പോസിബിൾ ആകുന്നത് നമ്മൾ ഈ ക്ലാപ്പർ ബോക്സിൽ ടൂള് ചെറുതായിട്ട് ഒന്ന് ലിഫ്റ്റ് ആയി കൊടുക്കുന്നു. റിട്ടേൺ ടൈമിൽ വർക്ക് പീസിൽ വന്ന് ടച്ച് ചെയ്യുന്ന കണ്ടീഷനിൽ ടൂള് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ആയി കൊടുക്കുന്നു. അങ്ങനെ വർക്ക് പീസിൻ്റെ സർഫസിൽ മാർക്കുകളൊന്നും വീഴുന്നുമില്ല. നമുക്ക് ഓപ്പറേഷൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അലൈനിങ് ദ വൈസ് വിത്ത് ഷേപ്പിംഗ് മെഷീൻ ടേബിൾ ഇൻ പൊസിഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒരു ഡിവൈസ് നമ്മുടെ വൈസിനെ ടേബിളുമായിട്ട്, അതായത് ഷേപ്പറിൻ്റെ ടേബിളും വൈസുമായിട്ട് അലൈൻ ചെയ്യാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനകത്ത് ഇവിടെ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. ഈ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഇമേജിൽ കാണിക്കുന്നുണ്ട് ആ പ്രോസസ്സ്. ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ടേബിളും അതേപോലെ നമ്മുടെ വൈസുമായിട്ട്, വർക്ക് ഹോൾഡിംഗ് ഡിവൈസായ വൈസുമായിട്ട് നമ്മൾ അലൈൻ ചെയ്തെടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഫോർ മെഷീനിങ് എ ജോബ് ഓൺ ഷേപ്പർ ദ ലെങ്ത് ഓഫ് ദ സ്ട്രോക്ക് ഷുഡ് ബി. അപ്പോൾ ലെങ്ത് ഓഫ് സ്ട്രോക്ക് എങ്ങനെയായിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വർക്ക് പീസ് നമ്മൾ ഷേപ്പിംഗ് മെഷീനിൽ അല്ലെങ്കിൽ ഷേപ്പറിൽ മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മോർ ദാൻ ദി ലെങ്ത് ഓഫ് ദി ജോബ്. അപ്പോൾ ലെങ്ത് ഓഫ് ജോബ് ഇപ്പോൾ ഒരു 100 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള
വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കാട്ടിൽ കൂടിയ ലെങ്തിൽ അറൗണ്ട് 110 or 120 ആ റേഞ്ചിലുള്ള സ്ട്രോക്ക് ലെങ്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വർക്ക് പീസിൻ്റെ ലെങ്തിനെക്കാട്ടിൽ എപ്പോഴും കൂടുതലായിരിക്കണം എന്ത് നമ്മുടെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്, മോർ ദാൻ ദി ലെങ്ത് ഓഫ് ദി ജോബ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ ക്രാങ്ക് ടൈപ്പ് ഷേപ്പിംഗ് മെഷീൻ ദ ലെങ്ത് ഓഫ് സ്ട്രോക്ക് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ റൊട്ടേറ്റിംഗ്. അപ്പോൾ ഇവിടെ മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇൻ ക്രാങ്ക് ടൈപ്പ് ഷേപ്പറിനകത്ത്, ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് ഷേപ്പർ ഉണ്ടല്ലോ, ക്രാങ്ക് ടൈപ്പ് ഷേപ്പറിനകത്ത് നമുക്ക് സ്ട്രോക്ക് ലെങ്ത് വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് മെക്കാനിസം വഴിയാണ് പോസിബിൾ ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് റേഡിയൽ ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഒരു റേഡിയൽ ലീഡ് സ്ക്രൂ ആണ്, ഒരു മെഷീൻ്റെ റേഡിയൽ ലീഡ് സ്ക്രൂ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ റേഡിയൽ ലീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ബുൾ ഗിയറും അതേപോലെ തന്നെ നമ്മുടെ ക്രാങ്കുമായിട്ടുള്ള സെൻട്രൽ ഡിസ്റ്റൻസ് വേരി ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് റേഡിയൽ ലീഡ് സ്ക്രൂ ആണ്. അതായത് മുൻപത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രോക്ക് ലെങ്ത് വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുൾ ഗിയറിൻ്റെ സെൻറ്ററും ക്രാങ്കിൻ്റെ സെൻറ്ററുമായിട്ടുള്ള സെൻട്രൽ ഡിസ്റ്റൻസ് കൂട്ടണം. പക്ഷെ അതെങ്ങനെ കൂട്ടണം എന്നുള്ളത് ഈ റേഡിയൽ സ്ക്രൂ ആണ് തീരുമാനിക്കുന്നത്. റേഡിയൽ സ്ക്രൂ ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ സെൻട്രൽ ഡിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഈസ് യൂസ്ഡ് ഇൻ. അപ്പോൾ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഷേപ്പർ മെഷീൻ സെലക്ട് ചെയ്യാം. കാരണം മറ്റു മെഷീനുകളിൽ തന്നിരിക്കുന്ന ഓപ്ഷനിലെ മറ്റു മെഷീനുകളിലൊന്നും ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം യൂസ് ചെയ്യുന്നില്ല. ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ മെക്കാനിസം ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം യൂസ് ചെയ്യുന്നതിനാണ് നമ്മുടെ റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ സ്ട്രോക്ക് ആണ്. സോ നമുക്ക് മാക്സിമം ടൈം അവിടെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ റിട്ടേൺ സ്ട്രോക്ക് വളരെ ഫാസ്റ്ററായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ദ ഫീഡ് ഓഫ് ദ ഷേപ്പർ ടേക്സ് പ്ലേസ്. അപ്പോൾ ഷേപ്പറിൽ നമ്മൾ ഫീഡ് എപ്പോഴാണെന്നാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ കട്ടിംഗ് ടൂൾ ഫീഡ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് പീസ് ഫീഡ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, അറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് ദി കട്ടിംഗ് സ്ട്രോക്ക്. ഇത് തന്നെ ഒന്നുകിൽ ഈ ഓപ്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി റിട്ടേൺ സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടായാലും അതും റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സോ നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ആണ് ഈ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡിലാണ് നമ്മൾ സാധാരണയായി ഫീഡ് കൊടുത്തിട്ടുള്ളത്. റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡിൽ നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡും നമ്മുടെ കട്ടിംഗ് സ്ട്രോക്കിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിട്ട് ടൈം ഡിലേ വളരെ കുറവാണ്. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് കട്ടിംഗ് സ്ട്രോക്ക്. അപ്പോൾ കട്ടിംഗ് സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് ഷേപ്പർ മെഷീനിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടോപ്പ് ആൻഡ് ദ സൈഡ്സ് ഓഫ് ദി ടേബിൾ ഓഫ് ദി ഷേപ്പർ യൂഷ്വലി ഹാവ്. അതിൻ്റെ നമ്മുടെ ഷേപ്പർ മെഷീൻ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൻ്റെ ടോപ്പ് സർഫസിലും സൈഡ് സർഫസിലും യൂഷ്വലി നമുക്ക് ഏത് ടൈപ്പ് സ്ലോട്ടുകളാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് T സ്ലോട്ടുകളാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷേപ്പർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് സർഫസിലും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലും നമുക്കിവിടെ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, T സ്ലോട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ T സ്ലോട്ടുകളിലാണ് നമ്മൾ T ബോൾട്ടിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ക്ലാമ്പുകളുടെ സഹായത്തോടു കൂടി പല ടൈപ്പിലുള്ള വർക്ക് ഫിക്സ്റ്റേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് V ബ്ലോക്ക്, നമ്മൾ സിലിണ്ടറിക്കൽ വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാനുള്ള V ബ്ലോക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് സീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ T ബോൾട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് V ബ്ലോക്കിനെ നമ്മൾ ഈ ടേബിളിൽ ഫിക്സ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഷേപ്പർ ടു കൺവേർട്ട് ദ റോട്ടറി മോഷൻ ഇൻറ്റു റെസിപ്രോക്കറ്റിംഗ് മോഷൻ. നമ്മൾ ഷേപ്പറിൽ റോട്ടറി മോഷനെ റെസിപ്രോക്കറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് മെക്കാനിസം യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റോക്കർ ആം ആൻഡ് ബുൾ ഗിയർ. റോക്കർ ആം ആൻഡ് ബുൾ ഗിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷേപ്പറിൽ. റോട്ടറി മോഷൻ, അതായത് നമ്മൾ ഡ്രൈവിംഗ് മോട്ടറിൽ നിന്ന് എന്താണ് ഡ്രൈവ്, നമ്മുടെ ഈ ഡ്രൈവിംഗ്
പിനിയനിൽ വരുന്നുണ്ട്. ഡ്രൈവിംഗ് പിനിയനിൽ നിന്ന് ഗിയർഡ് മെക്കാനിസമാണ്, 2 ഗിയറുകൾ. അത് നമ്മുടെ ബുൾ ഗിയറുമായിട്ട്, പിനിയൻ ഗിയർ ബുൾ ഗിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ റോട്ടറി മോഷൻ എന്താണ്, പിനിയൻ്റെ റോട്ടറി മോഷൻ ബുൾ ഗിയറിൻ്റെ റോട്ടറി മോഷനായിട്ട് വരുന്നുണ്ട്. ഈ ബുൾ ഗിയറിൻ്റെ റോട്ടറി മോഷനെ നമുക്ക് റാമിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് മാറ്റിയെടുക്കുന്നത് ഈ സ്ലോട്ടർ ലിങ്കർ മെക്കാനിസം അല്ലെ റോക്കറാം മെക്കാനിസത്തോടു കൂടിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം ഈസ് എംപ്ലോയിഡ് ഇൻ, ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം ഈസ് എംപ്ലോയിഡ് ഇൻ. അപ്പോൾ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസം എവിടെ യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസം യൂസ് ചെയ്യുന്നത് ഷേപ്പിംഗ് മെഷീനിലാണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ദ നെയിം ദ പാർട്ട് ഓഫ് ദി ഷേപ്പർ വിച്ച് ഹെൽപ്പ് ടു ലിഫ്റ്റ് ദ ടൂൾ ഇൻ റിട്ടേൺ സ്ട്രോക്ക്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. മറ്റൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാപ്പർ ബോക്സ് എന്തിന് യൂസ് ചെയ്യുന്നു എന്നാണ് മുൻപ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി? റിട്ടേൺ സ്ട്രോക്കിൻ്റെ ടൈമിൽ ടൂളിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓപ്ഷനിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ക്ലാപ്പർ ബോക്സ് ആണ്. ക്ലാപ്പർ ബോക്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ റിട്ടേൺ സ്ട്രോക്കിൽ നമ്മൾ ടൂളിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു മെക്കാനിസം എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്ട് ഓഫ് ദി ഷേപ്പർ വിച്ച് ക്യാരീസ് ദ ടൂൾ ഹെഡ് ആൻഡ് റെസിപ്രോക്കേറ്റ്സ് വൈൽ മെഷീനിങ്. അപ്പോൾ മെഷീനിങ് ടൈമിൽ ടൂളിനെ ഹോൾഡ് ചെയ്യുകയും അതേപോലെ തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റാം ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ടൂളിനെ ഹോൾഡ് ചെയ്യുകയും അതേപോലെ തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്, ഷേപ്പിംഗ് മെഷീൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് റാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഈസ് പ്രൊവൈഡഡ് ഇൻ ഷേപ്പർ 2. അപ്പോൾ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾ എല്ലാ ഓപ്ഷൻസ് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിനിമൈസ് ദ ഐഡിൽ ടൈം ഓഫ് ഇൻ റിട്ടേൺ സ്ട്രോക്ക്. റിട്ടേൺ സ്ട്രോക്കിൽ നമ്മൾ കട്ടൊന്നും എടുക്കുന്നില്ല, അത് ഐഡിലായിട്ടാണ് പോകുന്നത്. സോ നമുക്ക് അത് എത്രയും പെട്ടെന്ന് ഐഡിൽ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വളരെ ഫാസ്റ്ററായിട്ട് റിട്ടേൺ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദി ബുൾ ഗിയർ ടു സ്ലൈഡിംഗ് ബ്ലോക്ക് ഓഫ് ദി സ്ലോട്ടർ ലിങ്ക് ഇൻക്രീസസ് ദെൻ ദി ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഓർ സ്ട്രോക്ക് ലെങ്ത് ഓഫ് ദി ഷേപ്പർ. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബുൾ ഗിയറിൻ്റെ സെൻറ്ററും അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സ്ലോട്ടർ ലിങ്കിലെ സ്ലൈഡിംഗ് ബാറിൻ്റെ സെൻറ്റർ, അതായത് ക്രാങ്ക് പിൻ അല്ലെ ക്രാങ്കിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രോക്ക് ലെങ്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം. സ്ട്രോക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണയായി നമ്മുടെ ക്രാങ്കിൻ്റെ സെൻറ്ററും അതേപോലെ തന്നെ സ്ലൈഡിംഗ് ബ്ലോക്കിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സ്ട്രോക്ക് ലെങ്ത് കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുൾ ഗിയറിൻ്റെ സെൻറ്ററും അതേപോലെ തന്നെ സ്ലോട്ടഡ് ലിങ്കിലെ സ്ലൈഡിംഗ് ബാറിൻ്റെ സെൻറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ക്രാങ്കിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ലെങ്ത് കൂട്ടാം. അതേപോലെ തന്നെ ഈ രണ്ട് സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ലെങ്ത് കുറയ്ക്കാനും സാധിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് നോട്ട് എ കോസ് ഓഫ് സ്ട്രോക്ക് ലെങ്ത് ചേഞ്ച് ഡ്യൂറിങ് ദ വർക്കിംഗ് ഓഫ് ദി ഷേപ്പർ. അപ്പോൾ ഷേപ്പർ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ സ്ട്രോക്ക് ലെങ്ത് വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സെറ്റ് ചെയ്തതിൽ നിന്നെക്കാട്ടി സ്ട്രോക്ക് ലെങ്ത് വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ബെവൽ ഗിയർ ഷാഫ്റ്റ് ടൈറ്റ്. അപ്പോൾ ബെവൽ ഗിയർ ഷാഫ്റ്റ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് കുറയില്ല ഒരിക്കലും. സ്ട്രോക്ക് കുറച്ച് സ്ലോ, ആ പ്രോസസ്സ് കട്ടിങ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കുറച്ച് ഡിലേ ആകുമെന്നേ ഉള്ളൂ. പക്ഷേ സ്ട്രോക്ക് ലെങ്ത് കുറയില്ല. ആ ലെങ്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ടിങ് സ്ട്രോക്ക്, അതിൻ്റെ നമ്മൾ റിക്വയർഡ് സ്ട്രോക്ക് ലെങ്ത് നമുക്ക് കിട്ടില്ല. ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ബെവൽ ഗിയർ ഷാഫ്റ്റ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കട്ടിങ് സ്ട്രോക്കിന് ടൈം കുറച്ച് കൂടുവന്നേ ഉള്ളൂ. പക്ഷേ ലെങ്തിൽ വേരിയേഷൻ ഉണ്ടാകില്ല. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ഓട്ടോമാറ്റിക് ഫീഡ് മെക്കാനിസം ഓഫ് ഷേപ്പർ, ദ ഡയറക്ഷൻ ഓഫ് ദി ഫീഡ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ടേണിംഗ് ഡാഷ് 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഫീഡ് എൻഗേജ് ചെയ്യുന്ന കണ്ടീഷനിൽ നമുക്ക് ആ ഫീഡ് റിവേഴ്സ് ചെയ്യണം. നമുക്കിപ്പോൾ രണ്ട് ഡയറക്ഷൻ നമുക്കിപ്പോൾ ടേബിൾ മൂവ് ചെയ്യാം. അപ്പോൾ ടേബിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ക്രോസ് ഫീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ടേബിൾ. അതായത് ടേബിളിനെ നമുക്ക് ഈ രണ്ട് ഡയറക്ഷൻ, ഇപ്പോൾ സെൻട്രൽ ടേബിൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ഫീഡ് സ്ക്രൂ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു, അതേപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഓട്ടോമാറ്റിക് എൻഗേജ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതും പോസിബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ ഡ്രൈവ് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീഡ് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേത് മെക്കാനിസം 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പൗളാണ്. പൗൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമുക്ക് അതിൻ്റെ ഫീഡ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്. റാച്ചറ്റ് ആൻഡ് പൗൾ മെക്കാനിസം നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, നമുക്ക് ഷേപ്പർ മെഷീൻ്റെ കണ്ടീഷനിൽ ഫീഡ് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? പൗളിനെയാണ് നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ റാച്ചറ്റ് ആൻഡ് പൗൾ മെക്കാനിസം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ടേബിൾ മൂവ്സ് ഇൻ ക്രോസ് ഡയറക്ഷൻ വെൻ ക്രോസ് ഫീഡ് സ്ക്രൂ ഈസ് റൊട്ടേറ്റഡ്. ക്രോസ് ഫീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ക്രോസ് ഫീഡ് സ്ക്രൂ. ഈ ക്രോസ് ഫീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് ക്രോസ് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതിപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടുവേഡ്സ് ലെഫ്റ്റ് പോവും, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടുവേഡ്സ് റൈറ്റ് വരും. അതായത് സെൻറ്ററിൽ നിന്ന് ടുവേഡ്സ് ലെഫ്റ്റും പോവും, ടുവേഡ്സ് റൈറ്റും വരും. ഓക്കെ, സോ ദ ക്രാങ്ക് ഹാൻഡിൽ ഈസ് പ്രൊവൈഡഡ് ടു റൊട്ടേറ്റ് ദ ക്രോസ് ഫീഡ് സ്ക്രൂ മാനുവലി. ഇവിടെ നമുക്ക് എന്താണ് നമ്മുടെ ക്രോസ് ഫീഡ് സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ക്രാങ്ക് ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഊരി മാറ്റാവുന്നതാണ്. ഒരു ക്രാങ്ക് ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രോസ് ഫീഡ് സ്ക്രൂവിനെ ക്രാങ്ക് ഹാൻഡിൽ ഉപയോഗിച്ച് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ എന്താ പറ്റും? ടുവേഡ്സ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് ഫീഡ് സ്ക്രൂവിനെ നമ്മുടെ ക്രോസ് ഫീഡ് ഹാൻഡിൽ ഉപയോഗിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. വെൻ ദ എലിവേറ്റിംഗ് സ്ക്രൂ ഈസ് റൊട്ടേറ്റഡ് ദ ടേബിൾ സ്ലൈഡ്സ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ദി ഫേസ് ഓഫ് ദി കോളം. അപ്പോൾ നമ്മൾ ഈ ക്രോസ് ഫീഡ് സ്ക്രൂവിൻ്റെ കൂടെ തന്നെ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ എലിവേറ്റിംഗ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ പാട്ടിനാണ് നമ്മൾ കോളം എന്ന് പറയുന്ന ഷേപ്പറിൻ്റെ ഈ കോളത്തിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ ടേബിൾ മൂവ് ചെയ്യും. എന്തിനാ? നമ്മൾ എലിവേറ്റിംഗ് സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളത്തിൻ്റെ സൈഡിൽ ഗൈഡ് വേസ് കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് വേസിൽ കൂടി എന്ത് സംഭവിക്കുന്നു? ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ആസ് ദി ഹാൻഡിൽ മീൻ ഫോർ ക്രോസ് ഫീഡ് സ്ക്രൂ റൊട്ടേഷൻ ആൻഡ് എലിവേറ്റിംഗ് സ്ക്രൂ റൊട്ടേഷൻ ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഓപ്പറേറ്റ് ബോത്ത് ഓഫ് ദം അറ്റ് എ ടൈം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നമുക്ക് ഷേപ്പർ മെഷീനിൽ നമുക്ക് ക്രോസ് ഫീഡ് സ്ക്രൂവും എലിവേറ്റിംഗ് സ്ക്രൂവും ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യമല്ല. കാരണം രണ്ടും നമുക്ക് ഒരു ക്രാങ്ക് ഹാൻഡിൽ ഉപയോഗിച്ച് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. ഈ ക്രാങ്ക് ഹാൻഡിൽ ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് വരുന്നത് കൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അറ്റ് എ ടൈമിൽ നമുക്ക് ഒന്നുകിൽ ക്രോസ് ഫീഡ് മൂവ്മെൻറ്റ് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒരു മൂവ്മെൻറ്റ് അറ്റ് എ ടൈം പോസിബിൾ ആകത്തുള്ളൂ. ദ വർക്ക് മൗണ്ടഡ് ഓൺ ദ ടേബിൾ ഈസ് പ്രൊവൈഡഡ് വിത്ത് റിക്വയർഡ് ഫീഡ് ഓൺലി ഡ്യൂറിങ് ദ എൻഡ് ഓഫ് ദി റിട്ടേൺ സ്ട്രോക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ മെഷീൻ ചെയ്യുന്ന കണ്ടീഷനിൽ റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡിലാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ഓപ്ഷനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടില്ല, റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡ് എന്നുള്ളത്. പകരം കണ്ടത് കട്ടിംഗ് സ്ട്രോക്കിൻ്റെ ബിഗിനിങ് എന്നാണ്. അപ്പോൾ ഈ റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡും കട്ടിംഗ് സ്ട്രോക്കിൻ്റെ ബിഗിനിങ്ങും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് അതും റൈറ്റ് ആൻസർ ആയിട്ട് പറയാവുന്നതാണ്. സോ ഒന്നുകിൽ റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡ് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കട്ടിംഗ് സ്ട്രോക്കിൻ്റെ ബിഗിനിങ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഫീഡ് കൊടുക്കുന്നത് ആ ഒരു ടൈമിലാണെന്ന് പറയാം. The table of the shaping machine travels in cross direction when the cross feed screw is rotated. നമ്മൾ ക്രോസ് ഫീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മെഷീൻ്റെ ടേബിൾ എന്ന് പറയുന്നത് ക്രോസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ദ ക്രോസ് ഫീഡ് സ്ക്രൂ ഈസ് അറ്റാച്ച്ഡ് ടു ദി റാച്ചറ്റ് വീൽ. അപ്പോൾ ഇതിനകത്തൊരു ക്രോസ് ഫീഡ് സ്ക്രൂ ഉണ്ടാവും.
ഈ ക്രോസ് ഫീഡ് സ്ക്രൂ എന്ന് പറയുന്നത് ഒരു റാച്ചറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റാച്ചറ്റ് വീല്. ഇതാണ് നമ്മുടെ റാച്ചറ്റ് വീൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രോസ് ഫീഡ് സ്ക്രൂ, നമ്മൾ ഇപ്പോൾ ക്രാങ്ക് ഹാൻഡിൽ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന ക്രോസ് ഫീഡ് സ്ക്രൂ എന്ന് പറയുന്നത് ഇതിൽ ഓട്ടോമാറ്റിക് ഫീഡ് പോസിബിൾ ആകാൻ വേണ്ടി വേറൊരു മെക്കാനിസമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് റാച്ചറ്റ് ആൻഡ് പവർ മെക്കാനിസം. അപ്പോൾ ഈ റാച്ചറ്റ് എന്ന് പറയുന്നത് ഈ സെയിം ഷാഫ്റ്റിൽ തന്നെയാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ക്രോസ് ഫീഡ് സ്ക്രൂ ഈസ് അറ്റാച്ച്ഡ് ടു ദി റാച്ചറ്റ് വീൽ. അത് ഓർത്തിരിക്കുക. എവിടെയാണ് അറ്റാച്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാവുന്നതാണ്. The spring-loaded pole is positioned to be in placed between the teeth of the ratchet wheel. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സ്പ്രിംഗ് ലോഡഡ് പൗൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ എപ്പോഴും ആ ഗിയർ ടീത്തിൻ്റെ ഇടയ്ക്ക് അത് പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു സ്പ്രിംഗ് ലോഡഡ് പൗൾ ഈസ് പൊസിഷൻഡ് ടു ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ദി റാച്ചറ്റ് വീൽ. അപ്പോൾ റാച്ചറ്റ് വീലിൻ്റെ ടീത്തിനിടയ്ക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ സ്പ്രിംഗ് ലോഡഡ് പോള് കൊടുത്തിട്ടുണ്ട്. ബാക്കി മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഇവിടെ നമുക്കൊരു ഗിയർ എ കാണാം, ഒരു ഗിയർ ബി കാണാം. ഈ ഗിയർ ബിയിൽ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ലോട്ടിലുമായിട്ട് ഒരു ക്രാങ്ക് പിന്നും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു റോക്കർ ആം കാണാം. ഈ റോക്കർ ആമിൻ്റെ അകത്താണ് നമ്മുടെ സ്പ്രിംഗ് ലോഡഡ് പൗള് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ക്രോസ് ഫീഡ് സ്ക്രൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ റോക്കർ ആമിനെയും അതേപോലെ നമ്മുടെ ഈ സ്ലോട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എൻഡിൽ ഒരു ക്രാങ്ക് പിന്നും നിങ്ങൾക്ക് കാണാം. ഇതാ ഇവിടെ ഒരു ക്രാങ്ക് പിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദ പൗൾ ഈസ് ഹൗസ്ഡ് വിത്തിൻ ദ ഫ്രെയിം നോൺ ആസ് റോക്കർ ആം. അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എവിടെയാണ് നമ്മൾ പൗളിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്? സോ പൗൾ ഈസ് ഹൗസ്ഡ് വിത്തിൻ എ ഫ്രെയിം നോൺ ആസ് റോക്കർ ആം. ഇത് മൊത്തത്തിലാണ് റോക്കർ ആം എന്ന് പറയുന്നത്. അപ്പോൾ റോക്കർ ആമിനുള്ളിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ പൗൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ബുൾ ഗിയർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോളം ഓഫ് ദി ഷേപ്പിംഗ് മെഷീൻ ഡ്രൈവ്സ് ദി ഗിയർ ബി ത്രൂ ഗിയർ എ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷേപ്പിംഗ് മെഷീൻ്റെ കോളത്തിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ബുൾ ഗിയർ ഉണ്ടെന്നറിയാം. ബുൾ ഗിയറിനെ നമ്മൾ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് പിനിയൻ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡ്രൈവ് വന്നിട്ട് അതാണ്ട് ഈ ഗിയർ എ വഴി ഗിയർ ബിയിലേക്ക് നമ്മുടെ ഡ്രൈവ് വരും. അപ്പോൾ ബുൾ ഗിയറിൽ നിന്ന് ഡ്രൈവ് ഗിയർ എയിൽ വരുന്നു. അതിൽ നിന്ന് ഡ്രൈവ് ഗിയർ ബിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ദെയർ ഈസ് എ ഡയമെട്രിക് സ്ലോട്ട് പ്രൊവൈഡ് ഓൺ ദി ഫേസ് ഓഫ് ദി ഗിയർ ബി. അപ്പോൾ ഗിയർ ബിയിൽ ഒരു ഡയമീട്രിക് സ്ലോട്ട്, അതായത് ഡയമീട്രിക് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് അതിന് ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയമീട്രിക് സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗിയർ ബിയിൽ. എന്തിനു വേണ്ടി? ദ ക്രാങ്ക് പിൻ ഈസ് അറ്റാച്ച്ഡ് ടു ദി സ്ലൈഡർ പ്ലേസ്ഡ് ഇൻസൈഡ് ദി സ്ലോട്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ടാവും. ആ സ്ലൈഡറിനെ ദ ക്രാങ്ക് പിൻ ഈസ് അറ്റാച്ച്ഡ് ടു ദി സ്ലൈഡർ പ്ലേസ്ഡ് ഇൻസൈഡ് ദി സ്ലോട്ട്. അപ്പോൾ സ്ലോട്ടിനുള്ളിലെ ഒരു സ്ലൈഡർ ഉണ്ടാവും. ആ സ്ലൈഡറിൽ നമ്മളൊരു ക്രാങ്ക് പിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ബോട്ടം ഓഫ് ദി റോക്കർ ആം ആൻഡ് ദി ക്രാങ്ക് പിൻ ആർ കണക്റ്റഡ് ബൈ കണക്റ്റിംഗ് റോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ റോക്കർ ആമിൻ്റെ ബോട്ടം പോർഷനും അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ലൈഡറിൻ്റെ ക്രാങ്ക് പിന്നുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്ന എലമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അത് തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലമെൻറ്റ് കണക്റ്റിംഗ് റോഡാണ്. ദ റൊട്ടേഷൻ ഓഫ് ദി ഗിയർ ബി. അപ്പോൾ ഗിയർ ബി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേക്ക് ദ ക്രാങ്ക് പിൻ ടു റൊട്ടേറ്റ്. അപ്പോൾ നമുക്കറിയാം ബുൾ ഗിയറിൽ നിന്നുള്ള ഡ്രൈവ് ഗിയർ എയിൽ വരുന്നു. ഗിയർ എയിൽ നിന്ന് ഗിയർ ബിയിലേക്കും ഡ്രൈവ് വരുന്നു. ഓക്കെ. അപ്പോൾ ഗിയർ ബി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് നമ്മുടെ ക്രാങ്ക് പിന്നും റൊട്ടേറ്റ് ചെയ്യും. കാരണം ക്രാങ്ക് പിൻ ഇതാ ഇവിടെ ഉണ്ട്. ക്രാങ്ക് പിന്നും നമ്മുടെ ഡയമീട്രിക് സ്ലോട്ടിലായിട്ടാണ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് സ്ലൈഡിംഗ് ബാറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അത് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ സ്ലൈഡിംഗ് ബാർ റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. ദിസ് മൂവ്മെൻറ്റ് മേക്സ് ദ റോക്കർ ആം ടു റോക്ക് എബൌട്ട് ദി സെൻറ്റർ ഓഫ് ദി റാച്ചറ്റ് വീൽ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ക്രാങ്കിൻ്റെ റോട്ടറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡ് വഴി റോക്കർ ആമിൽ എത്തുമ്പോൾ അതൊരു റോക്കിംഗ് അല്ലെങ്കിൽ ഒരു കുലുക്കം പോലെ നമുക്കാണ് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെ കുലുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് റോക്ക് എന്നുള്ള ഒരു ടൈം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കുലുങ്ങുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റോക്ക് അബൌട്ട് ദി സെൻറ്റർ ഓഫ് ദി റാച്ചറ്റ് വീലിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ദ പൗൾ മേക്സ് ദ റാച്ചറ്റ് ടു റൊട്ടേറ്റ് ബൈ എ സ്മോൾ എമൗണ്ട് ഇൻ വൺ ഡയറക്ഷൻ ഉള്ളി. രണ്ട് ഡയറക്ഷനിലോട്ട് നമ്മൾ ഡ്രൈവ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നോർമലി ഇത് വൺ ഡയറക്ഷനിലോട്ട് നമുക്കിപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തില്ലേ, ക്രോസ് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ എന്താണ് അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം ടേബിൾ. അപ്പോൾ നമുക്ക് ഇവിടെ ടേബിൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പൗൾ സെറ്റ് ചെയ്ത് വെക്കുക. പൗൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇവിടെ നമ്മുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ ക്രാങ്കിൻ്റെ റോട്ടറി മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വൺ സൈഡിലേക്കുള്ള ഒരു ഇതിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പൗളിൻ്റെ റാച്ചറ്റിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് റോക്ക് റാം ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. As the crossfeed screw is attached to the ratchet wheel, the rotation of the ratchet wheel makes the table to move in cross direction. അപ്പോൾ ഈ മൂവ്മെൻറ്റ് നമുക്ക് റാച്ചറ്റ് എന്ന് പറയുന്നത് ഏത് ഷാഫ്റ്റിൻ്റെ സെൻറ്ററിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്, നമ്മുടെ ക്രോസ് ഫീഡ് സ്ക്രൂവിൻ്റെ അല്ലെങ്കിൽ ക്രോസ് ഫീഡ് ഷാഫ്റ്റിൻ്റെ സെൻറ്ററിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ സെയിം ഷാഫ്റ്റിൽ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ക്രാങ്ക് പിന്നിൽ നിന്ന് കണക്റ്റിംഗ് റോഡ് വഴി റോക്ക് റാമിൽ എത്തുന്ന മൂവ്മെൻറ്റ് നമുക്ക് എന്താണ് റോക്ക് റാമിൽ എത്തുന്ന മൂവ്മെൻറ്റിന് നമുക്ക് റാച്ചറ്റ് വഴി നമുക്ക് ക്രോസ് ഫീഡ് സ്ക്രൂവിൽ എത്തിച്ചിട്ട് നമുക്ക് ടേബിളിനെ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തിനാണ് നമ്മൾ ഈ പൗള് കൊടുത്തിരിക്കുന്നത്? ഈ പൗളിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നോർമലി ഇത് ഓസിലേറ്റ് ഇപ്പോൾ നമ്മൾ ഈ പൗൾ മെക്കാനിസം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ രണ്ട് ഡയറക്ഷനിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് പോയിട്ട് തിരിച്ചു കാണാം. അപ്പോൾ ആ ഒരു തിരിച്ചുവരവ് ഒഴിവാക്കുന്നത്, ആ തിരിച്ചുവരവിനെ കട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് മാത്രം നമ്മുടെ റോക്ക് റാമിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു പൗൾ മെക്കാനിസം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ വരുന്ന കണ്ടീഷനിൽ നമ്മുടെ ഈ പൗള് ആ മൂവ്മെൻറ്റ് അറസ്റ്റ് ചെയ്യും. ഇനി നമുക്കിത് ഫുള്ളായിട്ട് തിരിക്കണം ഡ്രൈവ്. ഇപ്പോൾ നമ്മൾ ക്രോസ് ഫീഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിനെ നമ്മൾ ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് പോയി അത് ലെഫ്റ്റിന് പോകാൻ പറ്റുന്ന എൻഡിൽ ഫുൾ ലെങ്തിൽ അത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൗളിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈവ് റിവേഴ്സ് ചെയ്തിട്ട് അത് തിരിച്ച് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് നമ്മുടെ ടേബിൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതാണ് ഓട്ടോമാറ്റിക് ഫീഡ് മെക്കാനിസം ഓഫ് ഷേപ്പർ. അതിൻ്റെ റാച്ചറ്റ് ആൻഡ് പൗൾ മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെക്കാനിസത്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു റാച്ചറ്റ് ആൻഡ് പൗൾ മെക്കാനിസം. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ ടേബിൾ feed is to be reversed, the pole is turned about 180 degree from the position. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് ഡ്രൈവ് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൗളിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ദ റാച്ചറ്റ് വീൽ ആൻഡ് ദ ക്രോസ് ഫീഡ് സ്ക്രൂ വിൽ റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിസൾട്ടിങ് ദ ടേബിൾ മൂവ്മെന്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റാച്ചറ്റും ക്രോസ് ഫീഡ് സ്ക്രൂവും റിവേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയും നമ്മുടെ ടേബിളിനെ റിവേഴ്സ് ഡയറക്ഷനിൽ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സൈസ് ഓഫ് ദി ഷേപ്പർ ഈസ് സ്പെസിഫൈഡ് ബൈ. അപ്പോൾ നമ്മുടെ ഷേപ്പറിൻ്റെ സൈസ് നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആണ്. ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആണ് നമ്മൾ ഷേപ്പറിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേം. എത്ര ലെങ്ത് ഓഫ് സ്ട്രോക്ക് നമുക്ക് പോസിബിൾ ആണെന്നുള്ളത് പർട്ടിക്കുലർ മെഷീനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഷേപ്പർ ദ മെറ്റൽ ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ്. അപ്പോൾ ഷേപ്പറിൽ മെറ്റീരിയൽ റിമൂവ് ആകുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോർവേഡ് സ്ട്രോക്ക് ഓൺലി ആണ്. ഫോർവേഡ് സ്ട്രോക്ക് മാത്രമേ നമ്മുടെ ഷേപ്പറിൽ മെറ്റീരിയൽ റിമൂവ് ആകുന്നുള്ളൂ. റിട്ടേൺ സ്ട്രോക്ക് ഐഡിലാണ്. അപ്പോൾ റിട്ടേൺ സ്ട്രോക്ക് ഐഡിൽ ആയതുകൊണ്ട് അതിന് ടൈം സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ക്വിക്ക് റിട്ടേൺ മെക്കാനിസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന മെഷീനുകളിൽ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഏത് മെഷീൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത് നമുക്കറിയാം. ക്വിക്ക് റിട്ടേൺ മെക്കാനിസം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഷേപ്പിംഗ് മെഷീൻ്റെ പാർട്ട് മാത്രമായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള മെഷീനുകളിലൊന്നും തന്നിരിക്കുന്ന മെഷീനുകളിലൊന്നും ക്വിക്ക് റിട്ടേൺ മെക്കാനിസം യൂസ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് ദ ഷേപ്പർ ഇസ് സ്പെസിഫൈഡ് ബൈ. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഷേപ്പറിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നെയാണ് വീണ്ടും ചോദിച്ചത്. എങ്ങനെ സ്പെസിഫൈ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മാക്സിമം ട്രാവൽ ഓഫ് ദി ടൂൾ. ഈ മാക്സിമം ട്രാവൽ ഓഫ് ദി ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് സ്ട്രോക്ക് തന്നിട്ടില്ല. അത് മറ്റൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ട്രാവൽ ഓഫ് ദി ടൂൾ. ഈ മാക്സിമം ട്രാവൽ ഓഫ് ദി ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് തന്നെയാണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മാക്സിമം ട്രാവൽ ഓഫ് ദി ടൂൾ. In the case of shaper for finishing machining, the practice
ഈസ് ടു യൂസ്. അപ്പോൾ നമുക്ക് ഫിനിഷ് മെഷീനിങ് അല്ലെങ്കിൽ ഫിനിഷിംഗ് കട്ട് എടുക്കുന്ന കണ്ടീഷനിൽ എന്ത് പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ റഫ് കട്ട് ഉണ്ട്, നമുക്ക് ഫിനിഷ് കട്ട് ഉണ്ട്. നമുക്ക് ഈ മെഷീനിങ് കട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ റഫ് കട്ട് ആയിരിക്കും, നമുക്ക് ഇവിടെ കൂടുതൽ മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്യും. പക്ഷേ ഫിനിഷ് കട്ട് വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫിനിഷ് കട്ട് വരുന്ന കണ്ടീഷനിൽ നമ്മൾ ചെയ്യേണ്ടത് മിനിമം ഫീഡ്, ഓപ്ഷൻ ഡി, മിനിമം ഫീഡ് അറ്റ് ഹൈ സ്പീഡ്. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ മിനിമം ഫീഡ് റേറ്റ് കൊടുക്കുക. മിനിമം ഫീഡ് റേറ്റ് കൊടുക്കുമ്പോഴത്തേക്കിന് വളരെ സ്മൂത്തായിട്ട് നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് നമുക്ക് വേണ്ട റിക്വയർഡ് ഫിനിഷ് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മിനിമം ഫീഡ് അറ്റ് ഹയർ സ്പീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂഷ്വൽ റേഷ്യോ ഓഫ് ഫോർവേഡ് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് ഇൻ ഷേപ്പർ. അപ്പോൾ നമ്മുടെ ഫോർവേഡ് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കുമായിട്ടുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫോർവേഡ് സ്ട്രോക്കിന് ടൈം കൂടുതലും റിട്ടേൺ സ്ട്രോക്കിന് ടൈം കുറവുമാണ്. സോ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനാണ് നമുക്കൊരു കൺസിഡറേഷന് വരുന്നത്. 2:1, അതായത് റിട്ടേൺ സ്ട്രോക്കിന് ടൈം കുറവല്ലേ വരേണ്ടത്, അപ്പോൾ 1 2 കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഷേപ്പറിൽ, ക്രാങ്ക് ഷേപ്പറിലെ കട്ടിംഗ് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. ലാർജ് ജോബ്സ് ഓൺ എ ഷേപ്പർ ആർ ഹെൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. അപ്പോൾ ലാർജ് ജോബ്സ് ഷേപ്പറിൽ നമ്മൾ ലാർജർ ജോബ്സ് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പല പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ക്ലാമ്പ്, ബോർഡ് ആൻഡ് സ്ക്വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെവിയർ അല്ലെങ്കിൽ ലാർജർ ആയിട്ടുള്ള വർക്ക് പീസസ് നമ്മൾ ഷേപ്പറിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈസ് ഓഫ് ദ ഷേപ്പർ ഈസ് സ്പെസിഫൈഡ് ബൈ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു സൂചനയാണ്. കാരണം അത് പലവട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആണ്. നമുക്കറിയാം ഷേപ്പറിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ടൂൾ ട്രാവൽ എന്ന ഓപ്ഷൻ ചിലപ്പോൾ കണ്ടേക്കാം. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ഷേപ്പർ എന്ന മെഷീൻ ടൂളുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ അടുത്ത മെഷീൻ ടൂളിലേക്ക് കിടക്കുകയാണ്. സ്ലോട്ടർ എന്ന് പറയുന്ന മെഷീൻ ടൂളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് സ്ലോട്ടിംഗ് മെഷീൻ സപ്പോർട്ട് ഓൾ അതർ പാർട്ട് ഓഫ് ദി മെഷീൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ സ്ലോട്ടിംഗ് മെഷീൻ്റെ മറ്റു പാർട്ടുകളെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബേസ് ആണ്. നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം പാർട്ടിൽ വരുന്ന പോർഷനാണ്. അപ്പോൾ ഈ ബേസ് ആണ് മെഷീൻ്റെ മറ്റു പാർട്ടുകളെ എല്ലാത്തിൻ്റെയും ലോഡ് ക്യാരി ചെയ്യുന്നത്. സോ ബേസ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ആസ് ഹൗസിംഗ് ഫോർ ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഇൻ സ്ലോട്ടിംഗ് മെഷീൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട്സ് ആസ് ഹൗസിംഗ് ഫോർ ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഇൻ സ്ലോട്ടിംഗ് മെഷീൻ? അപ്പോൾ അതിനകത്ത് നമ്മുടെ സ്ലോട്ടിംഗ് മെഷീനിലെ മെക്കാനിസംസ് ഉണ്ടല്ലോ. നമുക്ക് റിട്ടേൺ സ്ട്രോക്ക് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട മെക്കാനിസംസ് ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഷേപ്പറിലെ പോലെ തന്നെ മെക്കാനിസംസ് എല്ലാം സ്ലോട്ടർ മെഷീനിലും ഉണ്ട്. അപ്പോൾ ആ മെക്കാനിസംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോളം എന്ന പാർട്ടിനുള്ളിലാണ് ഈ ഡ്രൈവിംഗ് മെക്കാനിസം എല്ലാം നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് മെക്കാനിസം എല്ലാം വെച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഓഫ് ദി സ്ലോട്ടിംഗ് മെഷീൻ ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദി വർക്ക് പീസ്? അപ്പോൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും. സ്ലോട്ടറിൻ്റെ ഏത് പാർട്ടാണ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റൈറ്റ് ആൻസർ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ ടേബിളാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി. ദ മെഷീൻ ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കീവേസ് ആൻഡ് സ്ലോട്ട്സ്. അപ്പോൾ പ്രൈമറിലി നമ്മൾ ഇന്റേണൽ കീവേസും എക്സ്റ്റേണൽ കീവേസും സ്ലോട്ടുകളും കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് മെഷീൻ സെലക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഓപ്ഷൻ ഡി സ്ലോട്ടറാണ് ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏത് ആപ്ലിക്കേഷനാണ്? കട്ടിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കീവേസ് ആൻഡ് സ്ലോട്ട്സ്. അപ്പോൾ എക്സ്റ്റേണൽ കീവേസും ഇന്റേണൽ കീവേസും അതേപോലെ സ്ലോട്ട്സും കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്ലോട്ടർ മെഷീനാണ് സെലക്ട് ചെയ്യുന്നത്, ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് ദി സ്ലോട്ടർ ടേബിൾ ഈസ്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്ലോട്ടറിൻ്റെ ടേബിളിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഷേപ്പറിലാണെന്നുണ്ടെങ്കിൽ അത് ബോക്സ് ടൈപ്പ് സ്ട്രക്ചർ ആയിരുന്നു. പക്ഷേ സ്ലോട്ടറിൽ വരുമ്പോൾ അത് റൗണ്ട് ഷേപ്പ്, നിങ്ങൾക്ക് മെഷീൻ ടൂൾ കാണാൻ നമുക്കറിയാം റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടേബിളാണ്
പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുറേ സ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടേബിളാണ് നമ്മുടെ സ്ലോട്ടർ മെഷീനിൽ നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്ലോട്ടർ ഈസ് യൂസ്ഡ് ഫോർ പ്രിസിഷൻ വർക്ക്. അപ്പോൾ പ്രിസിഷൻ വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലോട്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൂൾ റൂം സ്ലോട്ടർ ആണ് നമ്മൾ പ്രിസിഷൻ വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിസിഷൻ വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടൂൾ റൂം സ്ലോട്ടറും മാസ് പ്രൊഡക്ഷൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ സ്ലോട്ടർ അല്ലെങ്കിൽ പഞ്ച സ്ലോട്ടർ നമ്മൾ യൂസ് ചെയ്യും. മാസ് പ്രൊഡക്ഷൻ്റെ കേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ സ്ലോട്ടർ സെലക്ട് ചെയ്യാം. ഇവിടെ പ്രിസിഷൻ വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിസിഷൻ വർക്കിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടൂൾ റൂം സ്ലോട്ടർ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സ്ലോട്ടർ ദ റാം റെസിപ്രോക്കേറ്റ്സ് ഇൻ ഡാഷ് ഡയറക്ഷൻ. അപ്പോൾ സ്ലോട്ടറിൽ റാം ഏത് ഡയറക്ഷനിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വെർട്ടിക്കൽ ഡയറക്ഷനാണ്. നമുക്കറിയാം റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷനിലാണ്. സോ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. സ്ലോട്ടറിൻ്റെ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനാണ്, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പവർ ഫീഡ് മെക്കാനിസം ദ സ്ലോട്ടർ ഓഫ് ദി സ്ലോട്ടർ ദ ഫീഡ് റേറ്റ് ഈസ് വേരിഡ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ്. അപ്പോൾ നമുക്ക് സ്ലോട്ടറിൽ നമുക്ക് ഫീഡ് റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമേജിൽ തന്നെ നമുക്കറിയാം ഫീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഓപ്ഷനിലും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ലോട്ടറിൽ നമുക്ക് ഫീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ലോട്ടർ ബാർ കാണിച്ചിട്ടുണ്ടല്ലോ, അതാ ഇവിടെ സ്ലോട്ടർ ലിവർ കാണിച്ചിട്ടില്ലേ, ആ സ്ലോട്ടർ ലിവറിലെ ഫീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പിൻ അല്ലെങ്കിൽ ഫീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഫീഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ പവർ ഫീഡ് മെക്കാനിസം ഓഫ് സ്ലോട്ടർ ദ ഫീഡ് റേറ്റ് ഈസ് വേരിഡ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദി ഫീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പിൻ. അപ്പോൾ ഫീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് റേറ്റ് സ്ലോട്ടറിൽ ഫീഡ് റേറ്റ് നമുക്ക് വേരി ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എൻഡ് ക്ലിയറൻസ് ആംഗിൾ ഓഫ് എ സ്ലോട്ടർ പാർട്ടിംഗ് ടൂൾ. അപ്പോൾ സ്ലോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ടിംഗ് ടൂളിൻ്റെ എൻഡ് ക്ലിയറൻസ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 10 ഡിഗ്രിയാണ്. നോർമലി നമ്മൾ സ്ലോട്ടറിൽ യൂസ് ചെയ്യുന്ന പാർട്ടിംഗ് ടൂളിൻ്റെ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രി ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് സ്ലോട്ടിംഗ് മെഷീൻ ദ കട്ടിംഗ് ആക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ. അപ്പോൾ സ്ലോട്ടറിൽ കട്ടിംഗ് ആക്ഷൻ ഏത് സ്ട്രോക്കിലാണ് പോസിബിൾ ആകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ട്രോക്കാണ്. ഓപ്ഷൻ ബി ഡൗൺവേർഡ് സ്ട്രോക്കിലാണ് നമ്മുടെ കട്ടിംഗ് ആക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് പീസ് സർഫസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആകുന്നത്.